ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട്. സ്റ്റോറീസ് വിത്ത് അക്ഷയിൽ കൂടുതലുള്ള അക്ഷയ് പ്രകാശാണ്. ഇങ്ങനെ കേൾക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക്, അതായത് സെപ്റ്റംബർ 16 ഈ ഒരു എപ്പിസോഡ് റെക്കോർഡ് ചെയ്യുന്നത്. ഇന്നേക്ക് ഒരു വർഷം തികയാണ് എന്നുള്ളത്. 2022 സെപ്റ്റംബർ 16 നമ്മുടെ ആദ്യത്തെ എപ്പിസോഡ് വരുന്നത്. എങ്ങനെയാണ് ഈ പോഡ്കാസ്റ്റ് എന്നോ അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ പരിപാടി എന്നൊന്നും യാതൊരു പിടിയിലാണ് തുടങ്ങിയ ഒരു കാര്യമായിരുന്നു ഇത് എന്നുള്ളത്. പക്ഷേ എന്നാണ് ഇന്ന് ഇന്ത്യയിലെ ടോപ്പ് പോഡ്കാസ്റ്റ് ചാർട്സിലേക്ക് നമ്മൾ പേര് വന്നിരിക്കുകയാണ്. എന്തൊക്കെ ഐഡിയ ഇല്ല അല്ലെങ്കിൽ ആഗ്രഹം ഇല്ല എന്നൊക്കെ പറഞ്ഞാലും നമ്മളുടെ ഉള്ളിൽ തന്നെ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അതായത് എനിക്ക് ഒരുപാട് ലിസണേഴ്സ് ഉണ്ടാവണമെന്നും അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ നമ്മളെ കേൾക്കണം എന്നുള്ളതൊക്കെ. എൻ്റെ ഉള്ളിലും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് നല്ലൊരു എമൗണ്ട് ഓഫ് ആൾക്കാരിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ എന്താ പറയുക, അവർക്കൊക്കെ ഇത് ഹെൽപ്ഫുൾ ആവണം എന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ്സ് ഹാപ്പനിങ് അല്ലേ. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ എപ്പിസോഡ്സൊക്കെ കേട്ടിട്ട് അയക്കുന്ന ഓരോ മെസ്സേജും അതൊക്കെ എത്രമാത്രം മോട്ടിവേറ്റിംഗ് ആണ് എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയാമെന്നുള്ളതാണ്. അത് നിങ്ങൾ ഓരോരുത്തരെയും ഹെൽപ്പ് ചെയ്തു എന്നൊക്കെ കേൾക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു പ്രൗഡ് ഫീലിംഗ് ഒക്കെ ആണെന്നുള്ളതാണ്. നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ദ ഫേവറേറ്റ് പാർട്ട് ഓഫ് മൈ ലൈഫ്. ഞാൻ ഇന്നലെ കൂടി അവളുടെ അടുത്ത് ഇങ്ങനെ ഓരോന്നിങ്ങനെ സംസാരിച്ച് നാളെ പോഡ്കാസ്റ്റിൻ്റെ ആനിവേഴ്സറി ആണ് അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡിനെ കുറിച്ചൊക്കെ പറയണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഹൗ ഡു യു ഫീൽ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ആൾ ഒരേ സമയം ഭയങ്കര ഹാപ്പിയും ജലസൊക്കെ ആണെന്നുള്ളതാണ്. അത് ഇവിടെ ആയാലും സെയിം അവസ്ഥയായിരിക്കുമല്ലോ അല്ലേ. കുറച്ചൊക്കെ പോസിറ്റീവാണ് ആൻഡ് ബോത്ത് ഒരുപാട് പ്രൗഡ് കൂടെയാണ് എന്നുള്ളത്. അങ്ങനെ നമ്മൾ ആ ഒരു ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മുടെ ആ ഒരു ലൈഫിൽ നടന്ന ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചിട്ട് പറഞ്ഞു. ആൻഡ് ആക്ച്വലി എന്താ പറയേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ മുന്നിൽ ആ ഒരു സ്റ്റോറി ഉള്ളപ്പോൾ അത് വെച്ച് തുടങ്ങാം എന്നുള്ളൊരു പ്ലാനിലേക്ക് തുടങ്ങിയതാണ്. അങ്ങനെ 43 എപ്പിസോഡ്സ്, ടോട്ടൽ 43 എപ്പിസോഡ്സ് നമ്മൾ ചെയ്തു 4 സീസണിലായിട്ട്. ചുമ്മാ ഓരോ എപ്പിസോഡ്സ് ചെയ്യുന്നതിനേക്കാളും അത് കേട്ട് വരുന്ന മെസ്സേജസാണ് സത്യം പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്നുള്ളത്. പല കാര്യങ്ങളും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. യൂട്യൂബ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വൈൻസ് ചെയ്തിട്ടുണ്ട്, റീൽസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ കൺസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റായിട്ട് കോണ്ടൻറ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര സീനായിട്ടുള്ള കാര്യമായിരുന്നു എനിക്ക് എന്നുള്ളത്. ആൻഡ് ഇത് ഒരു വർഷമായിട്ട് നമ്മളിങ്ങനെ കോണ്ടൻറ്റ് കൺസിസ്റ്റൻ്റായിട്ട് അപ്ലോഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് ഫോർ മീ ആൻഡ് ഐ എം സോ പ്രൗഡ് ഗൈസ്. പിന്നെ ഇപ്പോഴത്തെ ഫേവറേറ്റ് എപ്പിസോഡ് ഏതാണ് എന്നൊക്കെ ചോദിച്ചായിരുന്നു. ഈ 43 എപ്പിസോഡ്സ് ചെയ്തതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എപ്പിസോഡ് ഏതാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എല്ലാ എപ്പിസോഡും ഇഷ്ടമാണ്. ഞാനും ഇടയ്ക്കിടെ ഇങ്ങനെ കേൾക്കാറുണ്ട്. ഞാൻ ഡൗൺ ആയി പോയിരുന്ന സിറ്റുവേഷനിൽ എൻ്റെ എപ്പിസോഡ്സ് തന്നെ കേട്ട് എനിക്ക് എൻ്റെ മോട്ടിവേഷൻ കിട്ടുക എന്നുള്ള പരിപാടിയൊക്കെ ഞാൻ നടത്തുന്നുണ്ട്. ആൻഡ് എന്നാലും ഐ ഫൗണ്ട് പിന്നെ ലോങ് ഡിസ്റ്റൻസിനെ കുറിച്ച് ചെയ്ത 2 എപ്പിസോഡ്സ് ഉണ്ട്. പിന്നെ ആം ഐ ഇനഫ്, ആർ യു ഓക്കെ, പിന്നെ ടു ഓൾ ദി സെൻസിറ്റീവ് പീപ്പിൾ ലൈക്ക് മീ, ഇങ്ങനെ കുറച്ച് എപ്പിസോഡ്സ് ഉണ്ട്. ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള എപ്പിസോഡ്സാണ്. സത്യം പറഞ്ഞാൽ ആദ്യം ഈ പറഞ്ഞ മോട്ടിവേഷനും കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ആദ്യമൊക്കെ എന്നെ ബിസിയാക്കി നിർത്താനായിട്ട്, അല്ലെങ്കിൽ എന്നെ എൻഗേജ്ഡാക്കി നിർത്താനായിട്ട്, എൻ്റെ ഇമോഷൻസൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് മാത്രമായിരുന്നു എപ്പിസോഡ്സ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത്. പിന്നെ അന്ന് തന്നെ എന്താ പറയുക, ഡെയിലി 2, 3, 4 വ്യൂസൊക്കെയാണ് അല്ലെങ്കിൽ പ്ലേസൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നതെന്നുള്ളത്. പിന്നെ ഒരു ഫെബ്രുവരിക്ക് എത്തിയപ്പോഴാണ് അതിനൊരു മാറ്റം ഉണ്ടാകുന്നതെന്നുള്ളത്. അതായത് വാലന്റൈൻസ് മന്ത് അല്ലേ. അപ്പോൾ പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ കയറി വന്നു. അതായത് നമ്മുടെ റിലേഷൻഷിപ്പ് പോഡ്കാസ്റ്റാണ് അല്ലെങ്കിൽ സെൽഫ് ഹെൽപ്പ് പോഡ്കാസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ആൾക്കാരൊക്കെ കയറി വന്നു എന്നുള്ളത്. പിന്നെ പിന്നെ മെല്ലെ മെല്ലെ ലിസണേഴ്സ് വരാനായിട്ട് തുടങ്ങി, അല്ലെങ്കിൽ മെസ്സേജസൊക്കെ വരാനായിട്ട് തുടങ്ങി. ആൾക്കാർ അവരുടെ സ്റ്റോറീസൊക്കെ ഷെയർ ചെയ്യാനായിട്ട് തുടങ്ങി. അതൊക്കെ ഭയങ്കര ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഫൈനലി ഇറ്റ്സ് ഇൻ ദ ടോപ്പ് ചാർട്ട്സ്. ഭയങ്കര സന്തോഷമുണ്ട്. മുന്നേ ഇതുപോലൊരു ഹാപ്പിനെസ് എന്നൊരു കാര്യമാണ് നമ്മുടെ സ്പോട്ടിഫൈയും ഏഷ്യാവിലെയും നടത്തിയൊരു കോൺടെസ്റ്റ് ഉണ്ടായിരുന്നു. ക്രിയേറ്റ് വിത്ത് ആങ്കർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ റണ്ണറപ്പ് ആവാൻ പറ്റി എന്നുള്ളത് ഭയങ്കര സന്തോഷം നൽകിയ ഒരു കാര്യമായിരുന്നു എന്നുള്ളത്. ആൻഡ് എപ്പോഴും കുറ്റവും മറ്റും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ മുന്നിലേക്ക് ഒരു അച്ചീവ്മെൻറ്റ് കൊടുക്കാനായിട്ട് പറ്റിയപ്പോൾ അത് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു എന്നുള്ളത്. മുന്നേ ഒരു എപ്പിസോഡിൽ ട്രസ്റ്റ് ദ പ്രോസസ്സ് എന്നൊരു എപ്പിസോഡിൽ ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രസ്റ്റ് ചെയ്തു പ്രോസസ്സ് ഞാൻ അപ്പോൾ ഇങ്ങനെ എത്തി. ഈ ഒരു നിലയിലേക്ക് എത്തി എന്നുള്ളത്. ആൻഡ് ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും കേൾക്കുക എന്ന് മാത്രമാണ് പറയാനായിട്ടുള്ളത്. പിന്നെ നിങ്ങൾ സ്റ്റോറീസിൽ കണ്ടിട്ടുണ്ടാവും, അതായത് ഹബ് ഹോപ്പർ പോഡ്കാസ്റ്റ് അവാർഡ്സിൽ നമ്മൾ നോമിനേറ്റഡ് ആയിട്ടുണ്ട്. സെൽഫ് ലവ് ആൻഡ് മോട്ടിവേഷൻ എന്ന കാറ്റഗറിയിലാണ് നമ്മളിപ്പോൾ നോമിനേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ ലിങ്കും കാര്യങ്ങളൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽസിനും മറ്റും കാണാനായിട്ട് പറ്റും. നിങ്ങളിവിടെ പോയി വോട്ട് ചെയ്യണം എന്നുള്ളത്. വോട്ട് ചെയ്യണം, അത്ര മാത്രമേ പറയാനുള്ളൂ. അക്ഷയ് സ്റ്റോറി ടെല്ലർ എന്നാണ് നമ്മുടെ IG പ്രൊഫൈൽ വരുന്നത്. പിന്നെന്താ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് പറയാനായിട്ടുള്ളത്. കോളേജൊക്കെ പോകുന്ന സമയത്തും, അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും, അല്ലെങ്കിൽ സ്ട്രെസ്ഡ് ആയിരിക്കുമ്പോഴും, അല്ലെങ്കിൽ ഇവൻ ചുമ്മാ ഇരിക്കുമ്പോൾ പോലും എന്നോട് സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ എന്നെ കേൾക്കാനായിട്ട് ഓടിയിരുന്ന നിങ്ങളോട് ഒരുപാട് നന്ദി പറയുകയാണ്. ഇനി അങ്ങോട്ടും ഈ ഒരു സ്നേഹം പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അടുത്ത ആഴ്ച മുതൽ വീണ്ടും യൂഷ്വലായിട്ട് എപ്പിസോഡ്സ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ആക്ച്വലി ഇത് വേണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഡിസേർവിങ് ആണ് എന്നുള്ളത് മാത്രമാണ് ഈ ഒരു എപ്പിസോഡ് ചെയ്യുന്നത്, ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ചെയ്യുന്നത്.
അപ്പോൾ ഞാൻ മെല്ലെ അവസാനിപ്പിക്കുകയാണ്. എന്താണ് കേട്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റോറീസ് വിത്ത് അക്ഷയാണ്, കൂടെയുള്ള അക്ഷയ് പ്രകാശാണ്. അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റ.